ഹായ് ഹലോ എല്ലാവർക്കും മനോസ് റിച്ച് ക്ലബിൻ്റെ ദുബായ് സീരീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ദുബായ് സീരീസിൻ്റെ 12ാമത്തെ എപ്പിസോഡാണിത്. ഇതുവരെയുള്ള എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ കണ്ടു നോക്കണം. ഇന്ന് നമ്മൾ പോകുന്നത് ജബൽ അലിയിലേക്കാണ്. ദുബായിലെ മതസൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രം എന്നാണ് ജബൽ അലി അറിയപ്പെടുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പള്ളികളും അമ്പലങ്ങളും മസ്ജിദും എല്ലാം വളരെ അടുത്തടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പം നമ്മുടെ രാവിലത്തെ ദുബായ് കാഴ്ചകൾ ആസ്വദിച്ച് നമ്മൾ ജബൽ അലിയിലേക്ക് യാത്ര ചെയ്യണം. അങ്ങനെ ഇവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിവിടുത്തെ ക്ഷേത്രത്തിലേക്ക് നടക്കുകയാണ്. ഇതൊരു പുതിയ ടെമ്പിളാണ് കേട്ടോ. 2022 ഒക്ടോബറിലാണ് ഇത് ഭക്തർക്കായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത്. അമ്പലത്തിൻ്റെ പുറമേ നിന്നുള്ള ദൃശ്യം ഇതാണ്. മൊത്തത്തിലൊരു വൈറ്റ് തീമാണ്. ഇവിടെ പുറത്ത് ചെരുപ്പൊക്കെ വെക്കാനുള്ള സ്ഥലമുണ്ട്. അവിടെയൊക്കെ നമ്മൾ ചെരുപ്പ് വെച്ചതിന് ശേഷമാണ് ഉള്ളിലേക്ക് പോകുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 16 പ്രതിഷ്ഠകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇങ്ങനൊരു അമ്പലം വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ. എന്തായാലും അമ്പലത്തിനുള്ളിലെ കാഴ്ചകളും നമ്മളെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ളത് തന്നെയായിരുന്നു. താമരപ്പൂവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിലെ പ്രധാന അലങ്കാരം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശിവനാണ്. അതുമാത്രമല്ല ഗുരുവായൂരപ്പൻ, അയ്യപ്പൻ, തിരുപ്പതി വെങ്കടേശൻ, മുരുകൻ, അങ്ങനെ നീളുന്നു ഇവിടെയുള്ള പ്രതിഷ്ഠകൾ. അതുപോലെ തന്നെ നവഗ്രഹങ്ങളും ഉണ്ട്. ദർശനത്തിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇവിടെ ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻ നടത്താനുള്ള ഒരു വിശാലമായിട്ടുള്ളൊരു ഹാളും ഉണ്ട്. ഭക്തർക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് അമ്പലത്തിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ച. ഇതിൻ്റെ 2 സൈഡിലുമായിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പള്ളികളും മസ്ജിദും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. എന്തായാലും ഇവിടെയുള്ള ഈ മതസൗഹാർദ്ദം നമുക്ക് നല്ലൊരു പോസിറ്റിവിറ്റി തന്നെയാണ് തരുന്നത്. അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കരാമയിലേക്കാണ്. അങ്ങനെ ദുബായിലുള്ള മലയാളികളുടെ സ്വന്തം സ്ഥലമായിട്ടുള്ള കരാമയിലെത്തി നമ്മൾ. ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഹബീബ് ബേക്കറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടുത്തെ ഫുഡിൻ്റെ ടേസ്റ്റും ക്വാളിറ്റിയും അതുപോലെ തന്നെ ഇവിടെയുള്ള സ്റ്റാഫിൻ്റെ സർവീസും എടുത്തു പറയപ്പെടുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. ദുബായിൽ വന്നിട്ട് കുനാഫ കഴിക്കാതെ പോയാൽ എങ്ങനെ? അങ്ങനെ ഒരു കുനാഫ വാങ്ങി. അതുമാത്രമല്ല കുറച്ച് സ്വീറ്റ്സും വാങ്ങി. പിന്നെ ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് ഈ ക്രീം ബൺ. അതുകൂടി വാങ്ങി നമ്മൾ പതുക്കെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴേക്കും പുറത്ത് ചെറിയ രീതിയിൽ മഴയും ചാറാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും നല്ലൊരു കട്ടൻ കൂടി അടിച്ചു. മഴ, കട്ടൻ ചായ, പിന്നെ ജോൺസൺ മാഷും. പിന്നെ ഇങ്ങനൊരു ഐറ്റം വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ ഇതിൻ്റെ പേരെന്ന് ഞാൻ മറന്നുപോയി. പക്ഷെ ഒന്നും പറയാനില്ല, അപാര ടേസ്റ്റായിരുന്നു. അങ്ങനെ ദുബായിലെത്തിയിട്ട് ഇനി ടണലിൻ്റെ ഉള്ളിലൂടെ കയറിയില്ല എന്നുള്ളൊരു വിഷമം വേണ്ട, അതും സാധിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പുറത്തിങ്ങനെ മഴ തിമിർത്ത് പെയ്യാണ്. ദുബായിൽ വന്നിട്ട് നല്ലൊരു മഴ കണ്ടു. വീട്ടിലെത്തിയതിന് ശേഷം ആദ്യത്തെ പരിപാടി സ്വീറ്റ്സ് എല്ലാം ടേസ്റ്റ് നോക്കുന്നതായിരുന്നു. ഒന്നും പറയാനില്ല, എല്ലാം ഒന്നിനൊന്ന് മെച്ചം.
മഴ പെയ്തപ്പോഴേക്കും പുറത്തുള്ള വെള്ളത്തിൻ്റെ അവസ്ഥ കണ്ടില്ലേ. എന്തായാലും നമ്മുടെ കൊച്ചിയിലും കേരളത്തിലും മാത്രമല്ല ദുബായിലും വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുമെന്ന് എനിക്ക് അപ്പോഴാണ് സത്യം പറഞ്ഞാൽ മനസ്സിലായത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.